അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ യാത്ര കൊടക്കാട് ഭാഗത്തേക്കാണ്, മണ്ണാർക്കാട്. അപ്പോൾ നമ്മൾ കൊടക്കാട് സെൻറ്റർ എത്തണ്ടല്ലേ? ആ, നമ്മുടെ വഴിയരികിൽ ഒരു മനോഹരമായ ഒരു അച്ചാർ ഷോപ്പ് കണ്ടു. അച്ചാറുകൾ എന്ന് പറഞ്ഞാല് കേവലം ഒരു അച്ചാറല്ല, 50ലധികം വെറൈറ്റി അച്ചാറുകളുള്ള, ഞാൻ തന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോയിട്ടും മറ്റൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രയധികം വെറൈറ്റി ഐറ്റംസുകളുള്ളൊരു കട ആദ്യമായിട്ട് കാണും. വെളുത്തുള്ളി അച്ചാർ മുതൽ വെളുത്തുള്ളി, അതുപോലെ നാരങ്ങ, വെജിറ്റബിൾ മിക്സ്, എരിവ്, മധുരം, കാരക്ക, ചമ്മന്തി, ചുട്ടരച്ച ചെമ്മീൻ ചമ്മന്തിപ്പൊടി, ചെമ്മീൻ അച്ചാർ, ലക്ഷദ്വീപ് ട്യൂണ ഐഷ്, അതുപോലെ ബീഫ് അച്ചാർ, മീനച്ചാർ, ജാതിക്കച്ചാർ, മുളക്, ചുട്ടരച്ച ചമ്മന്തി. അപ്പോൾ ഒരുപാട് വെറൈറ്റികളുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ബോട്ടിൽസുകൾ, എല്ലാ ഐറ്റം, ഒരു കെമിക്കലുകളും അതുപോലെ തന്നെ ഒരു എസൻസുകളൊന്നും ഉപയോഗിക്കാതെ. നമ്മളതൊരു ഉസ്താദിൻ്റെ പേരെന്താ? മുസ്തഫ ഉസ്താദ്. ആറ്റാശ്ശേരിയാണ് ഉസ്താദിൻ്റെ വീട്. വിസിറ്റിംഗ് കാർഡ് ഇതാ, പിന്നെ ഉസ്താദ് നമ്പർ ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുവഴി പോകുമ്പോൾ ഒന്ന് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. നല്ലൊരു ആംബിയൻസ് ഉള്ള നമ്മൾ മണ്ണാർക്കാട് പാലക്കാട് ദേശീയപാതക്കോരത്ത് കൊടക്കാട്, ഒന്നും കൂടി ക്ലാരിറ്റി ആയി പറഞ്ഞാൽ അറഫ ഹോട്ടൽ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ ഒരു അച്ചാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ എന്നുള്ള പേരിലാണ് കട. അപ്പോൾ വളരെ ശുദ്ധമായ ഉസ്താദിൻ്റെ ഭാര്യയും വീട്ടിൽ നിന്ന് ഒരു കെമിക്കലൊന്നും ഇല്ലാതെ വളരെ നാച്ചുറലായി വളരെ ഹൈജീനിക്കായി ഉണ്ടാക്കുന്ന സംരംഭമാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും വന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ടേസ്റ്റ് ചെയ്യുക, നോക്കുക. ഇതുവഴി പോകുമ്പോൾ ഒന്ന് കയറി നോക്കട്ടോ. ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഉസ്താദ് ടേസ്റ്റ്, അതുപോലെ തന്നെ കയ്പ്പൊക്കെ കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം ഐറ്റംസുകളൊക്കെ ഉണ്ട്. എല്ലാ ഐറ്റംസും ഏകദേശം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ബീഫ് അച്ചാറും മീനച്ചാറൊക്കെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഞങ്ങൾക്ക് നോക്കി തന്നു ഉസ്താദ്. അത് ഒരു കുറച്ചുകൊണ്ട് ഇട്ടിട്ട് ആ ചോറും കൂട്ടിയിട്ട് ഒരു ഉരുളൻ കഴിച്ചാൽ ഒരു പിടി പിടിച്ച ഒരു രക്ഷയുണ്ടാവില്ല, ഒരു ഒന്നൊന്നര വൈബേക്കാരം. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കട്ടോ, ഇൻഷാ അല്ലാഹ് വരിക, ഉസ്താദിനൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കുക. കെമിക്കൽ ഇല്ലാത്ത, എസൻസുകൾ ഇല്ലാത്ത നല്ല നാച്ചുറലായ ഐറ്റംസുകളൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, മറ്റൊരു കൗതുകം, നമ്മളൊരു ഉപ്പിലിട്ട ഐറ്റംസുകൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇതങ്ങനല്ല. ഇത് വേറെ ലെവൽ വൈബ് എന്ന് പറഞ്ഞാലും പോരാ, വേറെ ലെവല്. മരതകമൊളിവേ തെളിവേ ജഗമിക ഗുരുവേ, മരതകമൊളിവേ തെളിവേ ജഗമിക ഗുരുവേ, മധുരസമൊളിവേ തെരുവീർ പെരിയവൻ തെരുവേ. ഇതെന്താണ്? കക്കരിക്ക, ക്യാരറ്റ്, പാവക്ക. നോക്കി നിങ്ങള്, കൈപ്പക്ക എന്ന് പറയും, പാവക്ക എന്ന് പറയും, അതുപോലെ കറുമൂസ, പപ്പായ എന്നൊക്കെ പറയും. പയറ്, ഇത് കണ്ടോളി നിങ്ങള്, കിഡിലൻ ഐറ്റം, ഒരു കിണ്ണങ്കാജി ഐറ്റാണ് പയറ്. അതുപോലെ കോവക്ക, മുളക്, അതുപോലെ വലിയ മുളക്, ഒരുപാട് ഐറ്റംസുകൾ കേട്ടോ. ഇതിന്റെ കാണാൻ തന്നെ വളരെ മൊഞ്ചുള്ള നല്ല. ഇതെന്താ ഐറ്റം? സാബർ ജില്ലി. ഓ, നമ്മൾ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് 5 രൂപ കൊടുത്ത് മേടിക്കണ ഐറ്റം, അടിപൊളി സാധനം. അതൊക്കെ ഉപ്പിലിട്ട്. അപ്പോൾ ഫുൾ തക്കാളി, ടൊമാറ്റോ, നോക്കി നിങ്ങള്, ഉപ്പിലിട്ട ഐറ്റം ഒക്കെ വെറൈറ്റികളാണ്. ഇവിടെ അത് വെണ്ടക്ക, വാവ്, വെണ്ടക്ക, അതുപോലെ വീണ്ടും കക്കരി, അതുപോലെ ഇതിന്റെ പേരെന്താ? ചോളം. നമ്മുടെ നാട്ടിൽ ചോളം എന്ന് പറയും. കണ്ണിമാങ്ങ, ഒരുപാട് ഐറ്റംസുകളാണ്, വെറൈറ്റികൾ. സ്വീറ്റ്സ്, മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ മധുര നെല്ലിക്കുണ്ട്. അപ്പോ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് നമ്മുടെ ഇരുമ്പാമ്പുളി. കൊളസ്ട്രോൾ ഉള്ളവർക്ക് അതൊരു കഷ്ണം കഴിച്ചാണല്ലോ പമ്പ കിടക്കും. പമ്പല്ല, യമുനെ കിടക്കുന്ന എൻ്റെ അഭിപ്രായം. പെരിയാറോ അതുപോലെ പേരറിയാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വെളുത്തുള്ളി ഉണ്ട്, ക്യാരറ്റ്,
അപ്പൊ എല്ലാരും ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ മക്കൾക്ക് നല്ല ഓണൊക്കെ ആവുകൊണ്ടേ പച്ചക്കറികള് പറയല് ഇത് കട കണ്ടപ്പോ അടിപൊളി അടിപൊളി. ഒന്നും പറയല്ല, എല്ലാ സംഗതികളും വില വളരെ കുറവാണ്. തുച്ഛമായ വിലകൾ മാത്രം. ഹൈജീനിക് ആണല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതാണ്. അപ്പൊ എല്ലാരും ഒന്ന് മസ്റ്റ് ട്രൈ വിസിറ്റ് ചെയ്യാം. ഉസ്താദ് പറഞ്ഞ പ്രത്യേകതമായത് എസൻസുകള് അങ്ങനത്തെ സാധനങ്ങളും ഉപയോഗിക്കുന്നില്ല. ഉസ്താദും ഉസ്താദിന്റെ ഭാര്യയുമുള്ള ചെറിയൊരു കൊച്ചു ബന്ധം. അപ്പൊ നമ്മളിതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിതിൽ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.